ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് പരിപ്പ് കറിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണത്. അപ്പം നിങ്ങൾക്കും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ മലയാളികൾക്ക് എന്നും ചോറിലേക്ക് ഓരോ കറികൾ വേണമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ മുമ്പ് പരിപ്പ് കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റിയുള്ള പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവോളയും പച്ചമുളകും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു സവോള മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. നെയ്യ് ഇതുപോലെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു പരിപ്പും പച്ചക്കറികളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വേവുണ്ടെങ്കിൽ ഒരു 3 വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 4 വിസിലൊക്കെ അടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കുക്കറിലെ എയറൊക്കെ പോയ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കായംപൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കായം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. ഇതുപോലെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്